ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് കുക്കറിൽ ചെയ്തെടുക്കുന്ന ഒരു ചെറുപയർ പായസമാണ് കേട്ടോ. ഇതിന് സൂപ്പർ ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചെറുപയർ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയർ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ക്ലോത്തിലിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തതാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെറുപയറൊക്കെ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഒന്ന് വറുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എങ്ങനെയാണെന്ന് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വറുക്കുന്നത് കേട്ടോ. വീട്ടിൽ ചെയ്യുമ്പോൾ കുക്കറിൽ തന്നെ വറുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറക്കുമ്പോഴേക്കും ഒരു നല്ലൊരു ചെറുപയർ ചൂടായതിൻ്റെ സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ച്, ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ആ കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. നോക്കൂ, ഇപ്പോൾ ഇതിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുപയർ ചൂടായതിൻ്റെ. ഈ സമയത്ത് നമ്മളിതിലേക്ക് അര കപ്പ് ചവ്വരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചവ്വരിയും ഞാൻ ഒറ്റ തവണ വാഷ് ചെയ്തിട്ട് ഒരു കോട്ടൺ ക്ലോത്തിലിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയെടുത്തതാണ് കേട്ടോ. ഈർപ്പമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള ചവ്വരിയാണ്. ഇതും കൂടെ ചേർത്ത് നമുക്ക് ഈ ചവ്വരി ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മളിവിടെ ചവ്വരിയും കൂടി ചേർത്ത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഈ സമയത്ത് നമുക്കിതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിത് ചൂടോട് കൂടി തന്നെ കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ചവ്വരി വറുത്തെടുക്കുന്ന സമയത്ത് ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ പയറും ചവ്വരിയും കൂടി നമ്മൾ കുക്കറിലേക്ക് മാറ്റിയില്ലേ, അതിലേക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒരല്പം വറ്റി വന്നിട്ടുണ്ട്. പയറും ചവ്വരൊക്കെ ഒരല്പം മാത്രം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അത് ഒഴിക്കുക, ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല. 1 കപ്പ് ഇതിലേക്ക് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ശേഷം ഇതിലേക്ക് ഒരല്പം മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് വിസിലിട്ടതിന് ശേഷം ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും പിന്നീട് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും കൂടെ അടുപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ പയറും ചവ്വരിയും കൂടി നന്നായിട്ട് വെന്ത് കിട്ടുവേ. അപ്പോൾ നമുക്ക് 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മളുടെ ഇതിൽ ഒട്ടും വെള്ളമൊന്നുമില്ല, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളുടെ പയറും അതുപോലെ ചവ്വരിയൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ. 2 കപ്പ് രണ്ടാം പാലും 1/2 കപ്പ് ഒന്നാം പാലുമാണ് നമ്മളിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള 3 ബ്ലോക്സ് എടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചുരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ്. അതായത് ഏകദേശം 300 ഗ്രാം ശർക്കര ഉണ്ടാവും. അത് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണിത്. അടുത്തതായി നമ്മൾ ഈ പയറിലേക്ക്, അതായത് കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പയറിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയുടെ നീരുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങത് വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് ആയി വരുമ്പോൾ തന്നെ ഒരല്പം കുറുകി തന്നെ ഇത് വരും കേട്ടോ. ഇതിനകത്ത് ചവ്വരിയും അതുപോലെ ചെറുപയറും ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ കുറുകി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ച രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് ചവ്വരി ചേർത്തുകൊണ്ട് ഒരുപാട് അങ്ങ് തിക്കായി വരില്ല കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ രണ്ടാം പാലും കൂടെ ചേർത്ത് ഏകദേശം ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതൊരു പാകത്തിനുള്ള തിക്നെസ്സിലേക്ക് വന്നു തുടങ്ങും. ആ സമയത്ത് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കായര പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചുക്കുപൊടിയുമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും അതൊരു കറക്റ്റ് ഒരു തിക്നെസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച
ഒന്നാം പാലുണ്ടല്ലോ, അരക്കപ്പ് ഒന്നാം പാല്, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇത് നമുക്ക് പായസം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് വന്നു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു പായസമല്ലേ ഇത്. അപ്പോൾ ഇതാ ഇപ്പോൾ തിള വന്നിട്ടുണ്ട്, ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാണേ. അടുത്തതായി നമ്മളൊരു അടി കട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് ഇതാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചുമന്ന കളറിലേക്ക് വന്നു തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത കിസ്മിസും ഇവിടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനോടൊപ്പം നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾക്ക് പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി നോക്കാം. ഞാനപ്പോൾ നമ്മളുടെ പായസം സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, അതിൻ്റെ തിക്നെസ് കണ്ടോ, കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ ഈസിയുമായിട്ടുള്ള ഈ ഒരു ചെറുപയർ പായസം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.